നമസ്കാരം. മന്ത്രിസഭാ രൂപീകരണത്തിൽ ചാണ്ടിയുമ്മനെ പിന്തുണച്ച് ഓർത്തഡോക്സ് സഭ. ചാണ്ടിയുമ്മൻ മന്ത്രിയാകുന്നതിൽ സന്തോഷമുണ്ടെന്നും മന്ത്രിസഭയിൽ സമുദായത്തിന് പരിഗണന ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഓർത്തഡോക്സ് സഭ യുവജന പ്രസ്ഥാനം പ്രസിഡന്റ് ഗീവർഗീസ് മാർ യൂലിയോസ് പ്രതികരിച്ചു. മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ലഭിച്ചില്ലെങ്കിൽ പരാതിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യത്തിലൂടെ ദൈവം നൽകിയ മറുപടിയാണ് ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ചാണ്ടിയുമ്മന്റെ പേര് ഇന്നലെ മുതൽ നേരത്തെ മുതലേ കേൾക്കുന്നുണ്ട്. ഇന്നലെ മുതൽ ശക്തമായിട്ട് കേൾക്കുന്നുണ്ട്. ഞാനിപ്പോൾ തിരുവനന്തപുരത്തിന് പോവുകയാണ്. ഞാൻ തിരുവനന്തപുരത്തിന് കൂടെ ചുമതലയുള്ള ബിഷപ്പാണ്. മാത്രമല്ല സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബാബാ തിരുമേനി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ പ്രതിനിധികൾ 4 പേര് നമ്മളിവിടെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചാണ്ടിയുമ്മൻ അതിലുണ്ട് എന്ന് കൂടെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ കൂടെ അനുമോദിക്കാനും കൂടെയാണ്. മന്ത്രിസഭയിൽ ഒരുപാട് പേരെ CP ജോൺ കുന്നംകുളംകാരനാണ്, എൻ്റെ ഉറ്റ സുഹൃത്താണ്, എൻ്റെ സഹോദരനെ പോലെയുള്ള ആളാണ്. അതുപോലെ തന്നെ ഇവരെല്ലാം VD സതീശനായാലും രമേശ് ചെന്നിത്തല ആയാലും K മുരളീധരൻ എൻ്റെ വട്ടിയൂർക്കാവ് MLA ആണ്. എൻ്റെ അരമന നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ വന്ന് കണ്ടിരുന്നു ഇലക്ഷൻ. അങ്ങനെ ഒത്തിരി പേര് പക്വതയുള്ളവരെ, നല്ല ഭരണപാഠവും ഉള്ളവരൊക്കെ ഉണ്ട്. അതുപോലെ ഒരു പുതിയ എനർജി ഉള്ളവരൊക്കെ ഉണ്ട്. എനിക്ക് ചേർത്ത് പറയാനുള്ളത് 2 ടേം കഴിഞ്ഞാണ് UDFന് ഒരു മാൻഡേറ്റ് കിട്ടിയിരിക്കുന്നത്. അത് നല്ല വിധത്തിൽ ജനോപകാരപ്രദമായിട്ട്, നമ്മുടെ സമൂഹത്തിന് ഉപകാരപ്രദമായിട്ട് അത് ഉപയോഗിച്ചാൽ സമൂഹത്തിന് വളർച്ചയുണ്ടാവും. അതിന് പകരം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും പറഞ്ഞ് ഗ്രൂപ്പ് കളിച്ചുമൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രയോജനം ഉണ്ടാകത്തുമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ചാണ്ടിയുമ്മന്റെ പേര് ഉണ്ടല്ലോ, ചാണ്ടിയുമ്മൻ ഉണ്ട്. ഇന്നലെ മുതൽ ചാനൽ അതല്ലേ കാണിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് കിട്ടുമെന്ന്. എല്ലാം കൂടെ നമ്മൾ എങ്ങനെയാ ചോദിക്കുന്നതെന്നുള്ളത്. പത്തനംതിട്ടയ്ക്ക് മന്ത്രിയാകും. ഇപ്പൊ ഞാൻ അടിസ്ഥാനപരമായി പറയുന്നത്, അടിസ്ഥാനപരമായി കേരളത്തിന്റെ എല്ലാ തലങ്ങളിലുള്ള വികസനം, അതിന് വേണ്ടതായിട്ടുള്ള കഴിവുള്ള ആളുകളെ കണ്ടെത്തി മന്ത്രിമാരാക്കാം. പക്ഷേ മന്ത്രിമാരാക്കുമ്പോൾ നമുക്കറിയാമല്ലോ, കുറെ പ്രാതിനിധ്യങ്ങളൊക്കെ ഉണ്ടാകും. ആ പ്രാതിനിധ്യത്തിൽ ഓർത്തഡോക്സ് സഭയെ തള്ളിക്കളയരുതെന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. കാരണം അങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്ന ഒരു സമുദായമല്ല ഓർത്തഡോക്സ് സഭ. ബാക്കി എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുക്കുമ്പോൾ ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു പ്രാതിനിധ്യം കിട്ടണം. അപ്പം ഞങ്ങളിപ്പോൾ സന്തോഷിച്ചിരിക്കുന്ന അതാണ്. ഇന്നലെ മുതൽ ചാണ്ടിയുമ്മൻ്റെ പേര് കേൾക്കുന്നുണ്ട്. ആ പേര് തന്നെ ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. മറ്റൊരാൾക്ക് കിട്ടരുതെന്നല്ല അതിൻ്റെ അർത്ഥം. ഞങ്ങൾ ഇന്നലെ മുതൽ കേട്ട ഒരു പേര് അതായതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ.